നമസ്കാരം. ഓം നമ ശിവായ. ഈ വർഷത്തെ ആദ്യത്തെ ബുധ വക്രഗതി മാർച്ച് 15 ആരംഭിച്ചു കഴിഞ്ഞു. മീനം രാശിയിലാണ് ബുധൻ വക്രഗതിയിൽ സഞ്ചാരം തുടങ്ങിയിരിക്കുന്നത്. വരും ആഴ്ചകളിൽ എല്ലാ രാശികളിൽ ജനിച്ചവർക്കും ബുധവക്രയുടെ മാറ്റങ്ങൾ അനുഭവപ്പെടും. പക്ഷേ 3 രാശികളിൽ ജനിച്ചവർക്ക് ബുധന്റെ വക്രഗതി വളരെ മോശം സമയമായിരിക്കും സമ്മാനിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ബുധൻ ഇവരെ പിടിച്ചുലയ്ക്കും എന്ന് തന്നെ നമുക്ക് പറയാം. മാർച്ച് 15 മേടത്തിൽ ബുധന്റെ വക്രഗതി തുടങ്ങിയിരിക്കുന്നത്. മാർച്ച് 29 മീനം രാശിയിൽ ബുധൻ വക്രഗതിയിൽ എത്തും. അതിനുശേഷം ഏപ്രിൽ 7 മീനത്തിൽ തന്നെ ബുധന്റെ വക്രഗതി അവസാനിക്കുകയും ചെയ്യും. ബുധന്റെ വക്രഗതിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആശയവിനിമയം, യാത്ര, ബുദ്ധി സാമർഥ്യം തുടങ്ങി ബുധന് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം ബുധന്റെ വക്രഗതി നമ്മെ സ്വാധീനിക്കും. ഈ വർഷത്തെ ബുധന്റെ ആദ്യത്തെ വക്രഗതിയാണ് മേടത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ മാറ്റം അനാവശ്യമായ ചില വാദപ്രതിവാദങ്ങളിലേക്ക് ചില രാശിക്കാരെ കൊണ്ടെത്തിക്കും. അത് അവരെ ദോഷകരമായി ബാധിക്കും. അവർക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കും. മേടം രാശിയുടെ ഊർജം തർക്കിക്കാനും വഴക്കിടാനുമുള്ള ഒരു പ്രവണതയുണ്ടാക്കും. മുൻപിൻ നോക്കാതെ എടുത്തു ചാടി പ്രതികരിക്കുന്നത് ഈ രാശിക്കാർക്ക് തിരിച്ചടിയാകും. ചില തീരുമാനങ്ങൾ ഒന്നും ആലോചിക്കാതെ എടുക്കുക, അത് വലിയ ദോഷങ്ങളിലേക്ക് പോയി ഭവിക്കുക തുടങ്ങിയവ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാർച്ച് 24 അതായത് ബുധൻ സൂര്യന്റെ താപപരിധിയിൽ എത്തുമ്പോൾ കാര്യങ്ങളിൽ വ്യക്തത വരും. ഇത് നല്ല സമയമായാണ് കരുതപ്പെടുന്നത്. വക്രഗതിയിൽ ദുർബലമായിരിക്കുന്ന ബുധനെ സൂര്യൻ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. പക്ഷെ മാർച്ച് 29 മീനം രാശിയിലേക്ക് ബുധന്റെ വക്രഗതി സഞ്ചാരം എത്തുമ്പോൾ കൂടുതൽ അനിഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ സമയമായിരിക്കും ഇത് എന്ന് ഓർക്കണം. പല മറഞ്ഞിരിക്കുന്ന പ്രതിസന്ധികളും ആശയക്കുഴപ്പങ്ങളുടെ കാരണങ്ങളുമൊക്കെ മറനീക്കി ഈ സമയത്ത് പുറത്തു വരും. പക്ഷേ ഏപ്രിൽ 7 വക്രഗതി അവസാനിക്കുന്നത് ആശ്വാസകരമായിരിക്കും. ബുധൻ നേർഗതിയിലായാൽ പ്രതിസന്ധികൾക്കും വെല്ലുവിളികൾക്കും ശമനമാകും. അപ്പോൾ ഏതെല്ലാം രാശിക്കാരാണ് ബുധന്റെ വക്രഗതിക്കാലത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിയാണ്. ചെയ്യുന്നതെല്ലാം പിഴയ്ക്കുന്ന ഒരു സമയമാണ് മേടം രാശിക്കാർക്ക് ബുധന്റെ വക്രഗതിക്കാലം. പറയുന്നതും ചോദിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം പിഴവുകളായിരിക്കും. ആശയവിനിമയത്തിലും കഴിവുകളിലുമുള്ള നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വരെ ഈ കാലം പരീക്ഷിക്കും. വലിയൊരു യുദ്ധസമാന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതായി ഈ രാശിക്കാർക്ക് തോന്നാം. വെല്ലുവിളികൾ നേരിടേണ്ടതായി വരും. ആത്മവിശ്വാസം കൈവിടാതിരിക്കുക എന്നതാണ് ഈ സമയത്ത് വേണ്ടത്. നിങ്ങൾ ആരാണ് എന്നും നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നും തികഞ്ഞ ബോധ്യമുണ്ടായിരിക്കുക. കൂടാതെ ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. പ്രതിസന്ധികളിൽ തളരാതിരിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജോലി സംബന്ധമായി ഇവർക്ക് ചില പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഇവരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം കൂടി ഈ സമയത്ത് ഉണ്ടാകും. ഇതൊക്കെ ഇവരെ മാനസികമായി വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത രാശി മീനം രാശിയാണ്. മീനം രാശിക്കാരുടെ ആത്മവിശ്വാസത്തെയാണ് ബുധന്റെ വക്രഗതിക്കാലം ബാധിക്കാൻ പോകുന്നത്. ജീവിതത്തിലെ മൊത്തത്തിലുള്ള സ്ഥിരതയിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടും. കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെയുള്ള അവസ്ഥയിലൂടെ കടന്നുപോകും. പ്രണയബന്ധങ്ങളിൽ തകർച്ചയുണ്ടാകാം. നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ വിട്ടുപോകാം. കുടുംബത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതി ഒരു ഘട്ടത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ ബുധന്റെ വക്രഗതിക്കാലം അവസാനിക്കുന്നതോടെ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാകും. ആത്മവിശ്വാസത്തിന്റെ ശക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടും. വലിയ ആശങ്കകളെ ധൈര്യപൂർവം നേരിടാൻ വേണ്ടി നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുക. ക്ഷേത്രങ്ങളിൽ പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കന്നിരാശി. കന്നിരാശിക്കാർക്ക് ബുധന്റെ വക്രഗതിക്കാലത്ത്
സുരക്ഷിതത്വം ഇല്ലാതാകുന്നത് പോലെ തോന്നും. വിശ്വസിച്ചിരുന്ന ആളുകളും കാര്യങ്ങളും ഒക്കെ മറഞ്ഞുപോയതായി അനുഭവപ്പെടുന്ന ഒരു പ്രതീതി ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ഒരിക്കലും തിടുക്കപ്പെട്ട് അനാവശ്യ തീരുമാനങ്ങളിലേക്ക് പോകരുത്. ക്ഷമയോടെ കാത്തിരിക്കുക. ഈ സമയവും കടന്നു പോകും. ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കുക. തൊഴിൽപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അതിലേറെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ബുധന്റെ വക്രഗതി കുറച്ച് ദിവസങ്ങൾ നിങ്ങളെ പരീക്ഷിക്കുമെങ്കിലും അതിനുശേഷം എല്ലാം നേരെയാകും. ഈശ്വരവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഈ പ്രതിസന്ധി കാലങ്ങളെ നിങ്ങൾ അതിജീവിക്കുക.